അസ്സലാമു അലൈക്കും. അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. മാ അസ്വാബ മിൻ മുസീബത്തിൻ ഇല്ലാ ബിഇദ്നില്ലാഹ് വമൻ യുഅ്മിൻ ബില്ലാഹി യഹ്ദി ഖൽബഹു വല്ലാഹു ബികുല്ലി ഷൈഇൻ അലീം. സൂറ അത്ത്-തആബുൻ 11-ാമത്തെ വചനം. സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ വിശ്വാസം എന്നൊരു ഘടകം, മനസ്സിൻ്റെ ഒരവസ്ഥയാണ് വിശ്വാസം എന്ന് പറയുന്നത്. നമ്മൾ വിശ്വാസിയാണ്, അവിശ്വാസിയാണ്, ഭാഗിക വിശ്വാസിയാണ് എന്നൊക്കെ പറയാറുണ്ട്. ഒരാളുടെ വിശ്വാസത്തെ അളക്കാൻ, അതിൻ്റെ ശക്തി മനസ്സിലാക്കാൻ നമ്മുടെ അടുത്ത് മാപിനികളൊന്നുമില്ല. അവൻ്റെ വിശ്വാസം ഇത്ര ശതമാനമുണ്ട്, അവൻ ഇത്ര ശക്തിയുള്ള ഈമാനുണ്ട് എന്നൊന്നും നിർവചിക്കാനുള്ള സംവിധാനങ്ങളില്ല. പക്ഷേ നമുക്കറിയുന്നൊരു സംഗതിയുണ്ട്, വിശ്വാസം കൂടിയ അവസ്ഥയുണ്ടാവും, കുറഞ്ഞു വരുന്ന അവസ്ഥയുണ്ടാവും. കെട്ടും കത്തിയും മങ്ങിയും തെളിഞ്ഞുമൊക്കെ മനുഷ്യൻ്റെ വിശ്വാസങ്ങൾ ജീവിത അവസ്ഥകൾക്കനുസരിച്ച് മാറി മാറി വരും. അതിൽ മുസ്ലിങ്ങളായ നമുക്കൊക്കെ അറിയാം, വിശ്വാസത്തിൻ്റെ പൂർണ്ണതക്കാണ് യഖീൻ എന്ന് നമ്മൾ പറയാം. യഖീനുള്ള ഈമാൻ ഉണ്ടാവുക, സംശയമില്ലാത്ത ദൃഢബോധ്യമുള്ള, ജീവിതത്തിലെ പരീക്ഷണഘട്ടങ്ങളിലും പ്രതിസന്ധിയുടെ സമയത്തും സാമ്പത്തിക ഞെരുക്കമുണ്ടാകുമ്പോഴും ജീവിതത്തിൽ ആഗ്രഹിക്കാത്ത തിരിച്ചടികൾ വരുമ്പോഴും ഒക്കെ പതറാത്ത ഈമാൻ, നിലനിൽക്കുന്ന ഈമാൻ, സന്തോഷത്തോടെ റബ്ബിൻ്റെ പരീക്ഷണങ്ങളെ ഏറ്റുവാങ്ങാൻ കഴിയുന്ന മാനസിക വിധാനം, അതിനാണ് നമ്മൾ യഖീൻ എന്ന് പറയുക. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത്, നമ്മുടെ വിശ്വാസം യഖീനാവാൻ എന്താ ചെയ്യേണ്ടത്? നമ്മളൊക്കെ വിശ്വാസികളാണ്. ആ വിശ്വാസം ദൃഢബോധ്യമുള്ള ഈമാൻ ആവണമെങ്കിൽ എന്ത് വേണം? റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു, ഒന്നാമത്തത് പ്രാർത്ഥനയാണ്. റസൂലുള്ളാഹി പ്രാർത്ഥിച്ചു, അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഈമാനൻ യുബാശിറു ഖൽബി. പടച്ചവനെ, ഞാൻ നിന്നോട് ചോദിക്കുന്നു, ഈമാനൻ, ഈമാൻ തരണമേ എന്ന് ചോദിക്കുന്നു. എങ്ങനത്തെ ഈമാൻ? യുബാശിറു ഖൽബി, എൻ്റെ ഹൃദയത്തിൽ ലൈവായി നിലനിൽക്കുന്ന ഈമാൻ. എപ്പോഴും മുബാശറത്തായി ലൈവായി നിലനിൽക്കുന്ന ഈമാൻ വേണം. വയഖീനൻ സ്വാദിഖൻ, സത്യസന്ധവും ദൃഢവുമായിരിക്കണം ആ ഈമാൻ. ഹത്താ അഅ്ലമ അന്നഹു ലാ യുസീബുനി ഇല്ലാ മാ കതബ്തഹു ലി. പടച്ചോനെ, എന്തൊക്കെ എനിക്ക് വരുന്നുണ്ടെങ്കിലും അത് നിന്റെ തീരുമാനപ്രകാരമാണ് എന്ന് എന്നെ ബോധ്യപ്പെടുത്തുന്ന ഈമാൻ. സാമ്പത്തിക പരീക്ഷണം വരും, കുടുംബരംഗത്ത് സംഘർഷങ്ങൾ വരും, ജീവിതത്തിൽ മാറാ രോഗങ്ങൾ വരും. അതൊക്കെ വരുമ്പോഴും എൻ്റെ റബ്ബ് അറിഞ്ഞുകൊണ്ട് എനിക്ക് തന്നതാണ് എന്നെന്നെ ബോധ്യപ്പെടുത്താനുള്ളൊരു ഈമാൻ നീ എനിക്ക് നൽകണം. കഴിഞ്ഞില്ല, വരിള ബിമാ ഖസംതുഹു ലി യാദൽ ജലാലി വൽ ഇക്റാം. പടച്ചവനെ, വരിള, നീ എനിക്ക് നൽകുന്ന ഏത് പരീക്ഷണങ്ങളെയും സംതൃപ്തിയോടെ ഏറ്റുവാങ്ങാനും അത് അള്ളാഹു എനിക്ക് കണക്കാക്കിയതാണ് എന്ന് പതറാതെ പറയാനും കഴിയുന്നൊരു ഈമാൻ നീ എനിക്ക് നൽകണേ എന്ന് റസൂലുള്ളാഹി പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. ഒരു പ്രാർത്ഥനയും കൂടി നമുക്ക് പറയാം. അല്ലാഹു ഖസിം ലനാ മിൻ ഖശിയതിക്. പടച്ചവനെ, നിന്നെ ഭയപ്പെടാനുള്ള ഒരു ഈമാൻ, അള്ളാഹുവിനിങ്ങനെ കൺമുമ്പിൽ കാണുന്ന പോലുള്ള ഒരു ഈമാൻ നീ എനിക്ക് നൽകണമേ. മാ യഹൂലു ബൈനനാ വബൈന മആസിക്. ആ ഓർമ്മയുണ്ടാവുമ്പോൾ എന്തായും, തിന്മകൾ ചെയ്യുന്നേരത്തത് മറയിടും. എൻ്റെ റബ്ബ് ഇത് കാണുമല്ലോ, എൻ്റെ റബ്ബ് ഇത് അറിയല്ലോ, എൻ്റെ റബ്ബിനെ പറ്റിച്ചുകൊണ്ട് എനിക്ക് ചെയ്യാൻ കഴിയില്ലല്ലോ എന്ന് ഒരു ബോധമുണ്ടാകുന്ന ഈമാൻ നീ എനിക്ക് നൽകണം. വമിൻ തഅതിക മാ തുബല്ലിഉനാ ബിഹി ജന്നതക്. നിന്റെ സ്വർഗത്തിലേക്ക് എന്നെ എത്തിക്കാനുള്ള അനുസരണശീലവും എനിക്കുണ്ടാവണം.
എൻ്റെ ജീവിതത്തിൽ ഞാൻ നിന്നെ വഴിപ്പെട്ട് ജീവിക്കുമ്പോൾ നിന്റെ സ്വർഗത്തിലേക്ക് എന്നെ എത്തിക്കാൻ എന്തൊക്കെയാണോ ഒരടിമയായി ഞാൻ ചെയ്യേണ്ടത് അത് ചെയ്യാനുള്ള അനുസരണവും നീ എനിക്ക് നൽകണം. വമിനൽ യഖീനി, എനിക്ക് നീ യഖീനായ വിശ്വാസം നൽകണം. മാ തഹൂനു ബിഹി അലൈനാ മുസീബാത്തി ദുനിയ, ദുനിയാവിലെ വിപത്തുകളെ ലളിതമായി കാണാൻ പര്യാപ്തമായ ഈമാൻ. എന്നോടിത് ചെയ്തല്ലോ, എനിക്ക് ഈ ഗതി വന്നല്ലോ, എന്നെയും എൻ്റെ കുടുംബത്തെ ഈ വിധം റബ്ബ് ആക്കിയല്ലോ എന്ന നിരാശ വരാതെ ഏതെല്ലാം അവസ്ഥകളാണ് നീ എനിക്ക് നൽകുന്നെങ്കിലും സംതൃപ്തിയോടെ ആ അവസ്ഥയെ നോക്കിക്കാണാൻ നേരിടാനുള്ള മനോധൈര്യം റബ്ബേ നീ എനിക്ക് പ്രദാനം ചെയ്യണേ എന്ന് പ്രാർത്ഥിക്കലാണ് നമ്മുടെ ഈമാൻ യഖീൻ ഉണ്ടാവാനുള്ള ഒരു വഴി. അപ്പം നമുക്കറിയാലോ, നമ്മൾ പ്രാർത്ഥിക്കണമെങ്കിൽ നമ്മൾ പ്രവർത്തിക്കേണ്ടത് പ്രവർത്തിച്ചിട്ടാണ് ഒരു വിശ്വാസി പ്രാർത്ഥിക്കേണ്ടത്. നമ്മൾ റബ്ബേൻ്റെ ഈമാൻ യഖീനാക്കി തരണേ, ജീവിത പ്രയാസങ്ങളെ ദൂരീകരിക്കാൻ ഉതകുന്ന ഈമാനാക്കി തരണേ എന്ന് പ്രാർത്ഥിക്കണമെങ്കിൽ ആ ഈമാൻ യഖീനാക്കാൻ രണ്ടാമത്തെ വഴി എന്താ? അത് വിശുദ്ധ ഖുർആൻ പറഞ്ഞു, തിലാവത്തുൽ ഖുർആൻ. ഖുർആൻ അർത്ഥസഹിതം നമ്മളത് പാരായണം ചെയ്യലാണ്. വെറുതെ കേവലം കുറെ കാണാതെ പിടിച്ചോതലല്ല, അല്ലെങ്കിൽ കുറെ മനപ്പാടമാക്കിയോതല്ല. തിലാവത്ത് എന്ന് പറയുന്ന ആശയതലങ്ങളെ പിന്തുടർന്ന് പോരാൻ കഴിയണം. ഖുർആൻ പറഞ്ഞു, ഹദാ ബസായിറു ലിന്നാസി വഹുദം വറഹ്മ. ഈ ഖുർആൻ മനുഷ്യർക്കുള്ള ഉത്ബോധനമാണ്, ഇത് മനുഷ്യർക്കുള്ള റഹ്മത്താണ്, മനുഷ്യർക്കുള്ള ഹുദയാണ്. എന്നിട്ട് പറഞ്ഞു ലിഖൗമി യൂഖിനൂൻ, യഖീനുള്ള മനുഷ്യന്മാർക്ക് വിശ്വാസം ദൃഢബോധ്യമായി തീരാൻ ഖുർആനിൻ്റെ ഉറ്റാലോചനയും പഠനവുമാണ് എന്ന് രണ്ടാമതായി ഖുർആൻ സൂചിപ്പിച്ചു. മാത്രമല്ല, നമ്മൾ ചരിത്രത്തിൽ പഠിച്ചിട്ടുണ്ടല്ലോ, ഖുർആൻ ഓതുന്നത് കേട്ട് കരഞ്ഞുപോയ ആളുകളുടെ ചരിത്രം, ഖുർആനിൻ്റെ ഓത്ത് കേട്ട് ഇസ്ലാമിലേക്ക് വന്നവരുടെ ചരിത്രം, ഖുർആന്റെ ചില ആയത്തുകൾ കേട്ടിട്ട് തെറ്റുകളിൽ നിന്ന് മാറി നിന്ന് വിതുമ്പിക്കരഞ്ഞ ചരിത്രം എത്ര നമ്മുടെ ചെറുപ്പത്തിലൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ഖുർആൻ കേൾക്കുമ്പോൾ തന്നെ മനുഷ്യൻ്റെ മനസ്സുകൾ ലോലമായി തീരുകയും ഈമാൻ ശക്തിയാർജിക്കുകയും തെറ്റുകളിൽ നിന്ന് അകന്നു നിൽക്കാൻ അവന് ഉൾപ്രേരണ നൽകുകയും ചെയ്യുന്നതാണ് എന്നതാണ്. മൂന്നാമത്തത്, അപ്പോൾ ഒന്നാമത് പ്രാർത്ഥനയാണ്, രണ്ടാമത്തത് ഖുർആൻ പഠനമാണ്, മൂന്നാമത്തത് വിശുദ്ധ ഖുർആൻ പറഞ്ഞു നമ്മൾ ഈ പ്രപഞ്ചത്തിലെ പ്രതിഭാസങ്ങളെക്കുറിച്ച് ചിന്തിക്കുക. അല്ലാഹു തആല പറഞ്ഞു, വകദാലിക നുരിയ ഇബ്രാഹിമു മലകൂതു സമാവാതി വൽ അർദ്. ആകാശ ഭൂമിയുടെ ആധിപത്യങ്ങളും അവയുടെ സംവിധാനങ്ങളും ഒക്കെ നാം ഇബ്രാഹിം നബിക്കാണ് കാണിച്ചു കൊടുത്തു. അള്ളാഹുവിൻ്റെ സൃഷ്ടി വൈഭവങ്ങളും ഈ അനന്തമജ്ഞാതം അവർണ്ണനീയമായി പ്രപഞ്ചത്തിൻ്റെ അവസ്ഥകളൊക്കെ ഒന്നാണ് ഇബ്രാഹിം നബിക്ക് കാണിച്ചു കൊടുത്തപ്പോൾ എന്തിനു കാണിച്ചു കൊടുത്തു? വലിയകൂന മിനൽ മൂഖിനീൻ, ദൃഢബോധ്യമുള്ളവനായി ഇബ്രാഹിം നബി മാറാൻ വേണ്ടിയിട്ട്. നാടും നാട്ടുകാരും മുഴുവൻ എതിർത്താലും പതറാതെ ഈമാനിൽ പിടിച്ചു നിൽക്കാനുള്ള കെൽപ്പുണ്ടാവണോ? ഈ അന്യൂനമായ പ്രപഞ്ചത്തെ പടച്ച റബ്ബിൻ്റെ അടിമയാണ് ഞാൻ, ആ റബ്ബറിയാതെ എനിക്കൊന്നും സംഭവിക്കൂല എന്നൊരു ബോധ്യം അവനുണ്ടാവാൻ. മാത്രമല്ല, ഖുർആൻ സൂറത്ത് ഫാത്തിറിൽ പറഞ്ഞൊരു വാക്ക്, അലം തറ അന്നല്ലാഹ അൻസല മിനസ്സമായി മാഅൻ, ഉപരി ലോകത്തുനിന്ന് വെള്ളം ഇറക്കി തരുന്നത് നീ കണ്ടില്ലയോ? ഫഅഖ്റജ്നാ ബിഹി സമറാത്തിൻ മുഖ്തലിഫൻ, വിവിധങ്ങളായ പഴവർഗ്ഗങ്ങൾ അല്ലാഹു അതുകൊണ്ട് ഉൽപ്പാദിപ്പിച്ചു തരുന്നു. അൽവാനുഹ, വിവിധ നിറങ്ങളിലുള്ള, വമിനൽ ജിബാലി, മലകളും, ജുദദുൻ ബീർ, അതിൽ വെള്ള വഴികളുണ്ട്, വഹുംറുൻ, ചുവന്ന വഴികളുണ്ട്, മുഖ്തലിഫുൻ, വ്യത്യസ്തങ്ങളായ കളറുകളിലുള്ള, വഗറാബി ബുസൂദ്, കാക്കക്കറുപ്പുള്ളതുണ്ട്. പ്രപഞ്ചത്തിലെ മണ്ണിൻ്റെ കളറ് പറയാണ്, ചിലയിടത്ത് ചുവപ്പ്, ചിലയിടത്ത് കറുപ്പ്, ചിലയിടത്ത് വെളുപ്പ്, ഇങ്ങനെയുള്ള മണ്ണുകളൊക്കെ പടച്ചു. മനുഷ്യന്മാരുടെ നിറവ്യത്യാസങ്ങൾ പറഞ്ഞു, ഭാഷാവൈവിധ്യങ്ങളൊക്കെ പറഞ്ഞു. ഇതൊക്കെ പറഞ്ഞിട്ട് പിന്നെ പറഞ്ഞു വദ്ദവാബി, മനുഷ്യരിലും കന്നുകാലികളിലും ഒക്കെ ഉണ്ട്. ഇതൊക്കെ പറഞ്ഞിട്ട് അള്ളാഹു പറഞ്ഞു കദാലിക ഇന്നമാ യഖ്ശല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമ. ഈ
കാര്യങ്ങളൊക്കെ പ്രപഞ്ചത്തിലെ ഈ വൈവിധ്യങ്ങളെയും വൈജാത്യങ്ങളെയും പഠിച്ച ആളുകളാണ് അള്ളാഹിനെ ഭയപ്പെടുന്നവർ എന്നല്ല പറഞ്ഞു. അപ്പൊ അള്ളാഹുവിനെ ഭയപ്പെടുന്ന ഈമാനിനെ ശക്തിയുക്തം മുന്നോട്ട് കൊണ്ടുപോകേണ്ട ആളുകൾ പ്രപഞ്ചമെന്ന പ്രതിഭാസത്തെ നേർക്ക് നേരെ നോക്കിക്കാണാൻ പഠിക്കേണ്ടതുണ്ട്. അപ്പോഴാണ് ഇതിൻ്റെ പിന്നിലുള്ള സൃഷ്ടാവിനെ കുറിച്ച് വിശ്വാസികൾക്ക് ഓർമ്മ വരിക എന്നാണ് സൂചിപ്പിച്ചത്. ഇതേ തരത്തിൽ ആയത്ത് ഖുർആനിൽ ഒരുപാടുണ്ട്. ഏത് ഇന്നഫി ഖൽഖി സമാവാതി വൽ അർള് എന്ന് പറഞ്ഞ ആകാശഭൂമികളെ പടച്ചതും രാപ്പകലുകൾ മാറി മാറി വരുന്നതൊക്കെ എണ്ണി പറയുന്നുണ്ടല്ലോ പടച്ച റബ്ബ്. പിന്നെ പറയുന്ന ഒരു സംഗതി, നമ്മുടെ ഈമാൻ യഖീനായി തീരാൻ വേണ്ടത് വസീറത്തുർ റസൂൽ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ പഠിക്കുക. ദീനിനു വേണ്ടി റസൂലുള്ള അനുഭവിച്ച ത്യാഗങ്ങളും ജീവിതത്തിൽ ഏറ്റ പരിക്കുകളും ആ വിശ്വാസത്തെ നെഞ്ചോട് ചേർക്കാൻ വേണ്ടി നബി അനുഭവിച്ച കഷ്ടപ്പാടുകളും ഇതൊക്കെ പഠിക്കുമ്പോഴാണ് നമ്മുടെയും ഈമാനിനെ കറ കളഞ്ഞ് മാറ്റുരച്ച് തെളിയിച്ചെടുക്കാൻ കഴിയുക. അതോടൊപ്പം പിന്നെന്ത് വേണം? വമുജാലസത്തി അഹ്ലുൽ ഇൽമി വസ്സാലിഹീൻ, സാലിഹീങ്ങളുടെയും സൽപുരുഷന്മാരുടെയും ജീവിതത്തിൽ അവരുമായി സഹവസിക്കുക, നമ്മളെ കൂട്ടുകെട്ട്. റസൂലുള്ളാഹി പറയുന്നുണ്ട്, ഒരു മനുഷ്യൻ്റെ സ്വഭാവം നമുക്ക് വിലയിരുത്താനുള്ള വഴി അവൻ്റെ കൂട്ടുകാരെ കുറിച്ച് അന്വേഷിച്ചാൽ മതി എന്നാണ്. അവൻ്റെ കൂട്ടുകാരാരാണ്, ഏത് തരക്കാരാണ്, എത്തരം സ്വഭാവക്കാരാണ്, അതിനനുസരിച്ച് മനുഷ്യൻ്റെ സ്വഭാവങ്ങൾ മാറി മാറി വരും. അപ്പം നമ്മുടെ കൂട്ടുകെട്ട് സൽസ്വഭാവവും സൽപാതകൾ കണ്ടെത്തി ഇസ്ലാമിക ജീവിതം ലക്ഷ്യമായി സ്വീകരിക്കുന്ന ആളുകളായിട്ടാണോ എങ്കിൽ നമ്മളെ ഈമാനും നമ്മളറിയാതെ മാറ്റങ്ങൾ ഉണ്ടായിത്തീരും എന്നാണ്. പിന്നെ സൂചിപ്പിച്ച ഒരു കാര്യം മുറാഖബത്തുല്ലാഹി ഫിസ്സിരി വൽ അലൻ, രഹസ്യ ജീവിതത്തിലും പരസ്യ ജീവിതത്തിലും അള്ളാഹു എന്നെ നോക്കി കാണുന്നുണ്ട് എന്നൊരു ബോധ്യത്തോടെ നമ്മൾ ജീവിക്കുക. അള്ളാഹു തൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ സമയങ്ങളിലും തന്നെ നിരീക്ഷിക്കുന്നുണ്ട്. ഒരു സെക്കൻഡ് പോലും ആ നെറ്റ്വർക്കിൽ നിന്ന് മാറി നിൽക്കാനോ നമുക്ക് ഒളിഞ്ഞുകൊണ്ട് ചെയ്യുവാനോ അള്ളാഹുവിൻ്റെ ദൃഷ്ടിയെ മൂടിക്കൊണ്ട് ചെയ്യുവാനോ സാധിക്കുന്നില്ല എന്ന ബോധത്തോടെ ജീവിക്കണം. അങ്ങനെ ജീവിച്ചു കഴിഞ്ഞാലാണ് ഇൻഷിറാഹു സദ്ർ, നമ്മുടെ മനസ്സിന് ഒരു ഹൃദയവിശാലത കിട്ടുക. ഒരു വിശ്വാസിക്ക് പ്രതിസന്ധികളെ നേരാം വണ്ണം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന എന്തുകൊണ്ടാണ്? ഇതൊക്കെ അറിയുന്നൊരു നാഥനുണ്ടല്ലോ, എൻ്റെ ശ്രമം മാത്രമല്ല പടച്ച റബ്ബിൻ്റെ തീരുമാനമാണ്. അപ്പം എന്ത് ചെയ്യും? സലാമത്തുൻ നഫ്സി അനിൽ ഖൗഫി വൽ ഖലിഖ്, അസ്വസ്ഥതയിൽ നിന്നും ആശങ്കയിൽ നിന്നും അവൻ്റെ മനസ്സിന് സമാധാനം ഉണ്ടായിത്തീരും. അതുകൊണ്ടാണ് ഹസനുൽ ബസരി പറയാറുണ്ട്, മാ തലബ്തുൽ ജന്ന ഇല്ലാ ബിൽ യഖീൻ, ഒരുത്തന് സ്വർഗം കിട്ടുമെന്ന് ഉറപ്പുണ്ടെങ്കിലാണ് സ്വർഗം തേടുക. എനിക്കൊന്നും കിട്ടലുണ്ടാവില്ല, ഞാനൊന്നും പൈർമാത്രമൊന്നും ചെയ്തിട്ടില്ലല്ലോ എന്നാണെങ്കിൽ അവന് സ്വർഗത്തിൻ്റെ സാധ്യതയില്ല. നരകത്തിൽ എന്നെ റബ്ബ് കടത്തൂല, എനിക്ക് നരകത്തിൽ പോകാനുള്ള അവകാഹം അല്ലെങ്കിൽ അതിനുള്ള അർഹതയില്ല, ഞാൻ എൻ്റെ ജീവിതത്തിൽ നന്മ ചെയ്തിട്ടുണ്ട്, അള്ളാഹു എന്നെ നരകത്തിലൂടെ ഒരു ബോധ്യവനുണ്ടോ? ആ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ വലാ സബർ അലൽ ഹഖ് ഇല്ലാ ബിൽ യഖീൻ, പ്രതിസന്ധി ഘട്ടങ്ങളിൽ സബർ ഉണ്ടാവില്ല, യഥാർത്ഥ ക്ഷമ ഉണ്ടാവില്ല യഖീനുള്ളവർക്ക്. മറ്റേ നമ്മൾ പറയുമ്പോൾ പോലെ അങ്ങനെ മൂളി കേൾക്കും, നമ്മൾ ക്ഷമിക്കണ്ടേ, ഇങ്ങനെയൊക്കെ ജീവിതത്തിൽ വരൂലേ, അമ്പിയാക്കൾക്കൊക്കെ വന്നിട്ടില്ല ഇനിയൊക്കെ ചോദിച്ചാലും കുറച്ച് കഴിഞ്ഞാൽ അവൻ വീണ്ടും പഴയ അവസ്ഥയ്ക്ക് തന്നെയാണ് പോകും. എന്തുകൊണ്ടാ? ഓൻ്റെ മനസ്സ് അതാണ് അംഗീകരിച്ചെങ്കിലേ നമ്മൾ പറയുന്നതിനോട് പ്രതികരിക്കാൻ കഴിയുള്ളൂ. അതുകൊണ്ടാണ് നമ്മുടെ വിശ്വാസത്തിന് കോട്ടം വരുന്ന വഴികൾ നമ്മൾ അകന്നു നിൽക്കും വേണം. നമ്മൾക്ക് യഖീനുള്ള ഈമാൻ ഉണ്ടാവണമെങ്കിൽ ജീവിത സാഹചര്യങ്ങൾ നമ്മുടെ വിശ്വാസത്തിന് കേടുവരുത്തുന്ന അവസ്ഥയിൽ നിന്ന് നമ്മൾ മാറണം. ഖുർആൻ പറഞ്ഞു, ഒന്ന് എപ്പോഴാണ്? അനിദാ സമിഅ്തും ആയാത്തില്ലാഹി യുക്ഫർ, അള്ളാഹുവിൻ്റെ വചനങ്ങളെ നിഷേധിക്കുന്ന സ്ഥലത്ത് അത് കേട്ടാൽ. ഇപ്പൊ ഇസ്ലാം കൽപ്പിച്ചൊരു കാര്യത്തെ കളിയാക്കുകയോ തമാശയാക്കുകയോ അത് അംഗീകരിക്കേണ്ടതില്ലെന്ന് പറയുകയോ അത് ഈ കാലത്തിന് യോജിച്ചതല്ല എന്ന് പറയുകയോ ചെയ്യുന്നത് കേട്ടാൽ, വയുസ്തഹ്സൗ ബിഹാ, അത് പരിഹസിക്കുകയും ചെയ്യുന്നത് കേട്ടാൽ, ഫലാ തഖ്ഉദു മഅഹും, അത്തരം ആളുകളോടൊപ്പം നിങ്ങൾ ഇരിക്കരുത്.
നമ്മളെ ദീനിനെ പരസ്യമായി കളിയാക്കുന്ന ഒരു സദസ്സിലൊരു വിശ്വാസി പോയി ഇങ്ങനെ കൗതുകത്തിൽ പോയി ഇരിക്കരുത്. കാരണം ഇരുന്നാ ഇവന്റെ വിശ്വാസത്തിന് മെല്ലെ മെല്ലെ കോട്ടം തട്ടും, പരിക്ക് പറ്റും. അതിനുള്ള റെമഡി അവന് നിർദ്ദേശിക്കാൻ കഴിയില്ല. അവനെ സംശയങ്ങൾ ഉണ്ടാവുകയും വിശ്വാസത്തിന് പരിക്ക് പറ്റുകയും ചെയ്യും. അതുകൊണ്ട് അള്ളാഹ് പറഞ്ഞു, ഫലാ തഖൂദു മാഹും, അവരോടൊപ്പം നിങ്ങൾ ഇരിക്കരുത്. ഹത്താ യഖൂദു ഫീ ഹദീസിൻ ഗൈരിഹി, വേറെന്തെങ്കിലും വിഷയം പറയുമ്പോൾ ഇരുന്നോളൂ, കുഴപ്പമില്ല. പക്ഷേ നമ്മുടെ മതത്തെ പരിഹസിക്കുന്ന നിഷേധിക്കുന്ന ഒരു വേദിയിൽ ഒരു വിശ്വാസിയുടെ സാന്നിധ്യം ഉണ്ടാവരുത്. ഉണ്ടായാലോ ഇന്നക്കും ഇദം മിസ്ലുഹും, അപ്പോൾ നിങ്ങളും അവരെ പോലെയായിത്തീരും. ഞാൻ ഇങ്ങനെ വെറുതെ കേട്ടിരുന്നതാണ്, എന്തൊക്കെയാ ഓൽക്ക് പറയാനുള്ളൂ എന്ന് കേൾക്കണ്ടേ? ആളുകൾ പറയല്ലോ, ഓൽക്ക് പറയാനുള്ളൂ നമുക്കൊന്ന് കേൾക്കാലോ. അങ്ങനെ ഉരുകിപ്പോകുന്ന ഈമാനൊന്നല്ല നമ്മളെ ഈമാൻ. നമ്മൾക്കൊക്കെ പഠിച്ച് മോമിനായതാണ്, അതുകൊണ്ട് അതിനെ പരിഹസിച്ചാൽ നമ്മൾക്ക് കേൾക്കാം. അങ്ങനെ കേൾക്കണ്ട എന്നാണ് അള്ളാഹ് നമ്മളോട് പറഞ്ഞത്, അവിടെ ഇരിക്കണ്ട. രണ്ടാമത് ഖുർആൻ പറഞ്ഞു, മറ്റൊരു സ്ഥലത്ത് സൂചിപ്പിച്ചത് സൂറത്ത് അൻആമിലാണ്. അങ്ങനെ അള്ളാഹുവിന്റെ ദീനിനെ കളിയാക്കുന്നൊരു സദസ്സിൽ നിങ്ങൾ പോയി ഇരുന്നിട്ട് നിങ്ങളെ പിശാച് യുൻസിയന്നക്, നിങ്ങളെ മറപ്പിച്ചു കളഞ്ഞു. നമ്മളങ്ങനെ ഗൗരവം ആലോചിച്ച് ചെന്നിരുന്നല്ല, ചെന്നിരുന്നപ്പോഴാണ് ഇത് ദീനെ കളിയാക്കുന്നൊരു സദസ്സാണ് നിങ്ങൾക്ക് ബോധ്യപ്പെടുന്നത് എങ്കിൽ ഫലാ തഖൂദു ബഅദ ദിക്റ, ഓർമ്മ വന്നാ പിന്നെ അവിടെ ഇരിക്കാൻ പാടില്ല. ഇത് ഇങ്ങനത്തെ ഒരു വേദിയാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇരിക്കാൻ പാടില്ല. അതുവരെ വേണമെങ്കിൽ ഇരുന്നോളൂ. പക്ഷേ നമുക്ക് പ്രതികരിക്കാനും പ്രതിഷേധിക്കാനും അവസരമില്ലാത്തൊരു സദസ്സാണ്. നമ്മളിവിടെ ഇരുന്നിട്ട് ഒരാളാവണ്ട, നമ്മൾ മാറിക്കൊടുക്കണം, അല്ലെങ്കിൽ നമ്മുടെ വിശ്വാസത്തിനും പരിക്ക് പറ്റും എന്നാണ് സൂചിപ്പിച്ചത്. അപ്പൊ പറഞ്ഞതിന്റെ ചുരുക്കം ഇതാണ്, നമ്മൾ കാലം മാറി വരുമ്പോഴും നമ്മുടെ വിശ്വാസം ഇളകാതെ ഉറച്ചു നിൽക്കണമെങ്കിൽ ഒന്ന്, നമ്മുടെ പ്രാർത്ഥനയിൽ യഖീനുള്ള ഈമാൻ ഉണ്ടാവണം. രണ്ട്, ഏത് കാലാവസ്ഥയിലും നമ്മുടെ ജീവിതത്തിന്റെ വസന്തമായി മാറേണ്ടത് ഖുർആൻ പഠനമാവണം. മൂന്ന്, അത്തരത്തിലുള്ള സിദ്ദീഖീങ്ങളുടെയും സാലിഹീങ്ങളുടെയും ജീവചരിത്രം പഠിച്ചും അത് മനനം ചെയ്തും അതിലൂടെ റിസർച്ച് നടത്തിയും അങ്ങനെ നല്ലവരുമായുള്ള കൂട്ടുകെട്ട് സമ്പാദിച്ചുമൊക്കെയാണ് നമ്മുടെ ഈമാൻ യഖീനുള്ളതായി തീരുക. അത്തരം യഖീനുള്ള ഈമാനിൻ്റെ ഉടമകളായി ജീവിതം മുന്നോട്ട് കൊണ്ടുപോവാൻ അള്ളാഹു നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ.